ശ്രീരാഗ് അനന്യെ ഓർമ്മിപ്പിച്ചു. അവന്റെ വാക്കുകൾക്ക് ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം തന്റെ ഹൃദയം നിലച്ചതുപോലെ അനന്യയ്ക്ക് തോന്നി. ശ്രീരാഗിന്റെ കമ്പനിയുടെ സഹായമില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്യയുടെ കമ്പനിക്ക് നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് വെച്ച് അവന്റെ ഭീഷണിക്ക് വഴങ്ങാനൊന്നും അവൾ ഒരുക്കമല്ലായിരുന്നു. ശ്രീരാഗ്, ഇന്ന് നമ്മൾ വന്നത് തികച്ചും പേഴ്സണലായ ഒരു ഡേറ്റിങ്ങിനാണ്. ഇതിൽ പ്രൊഫഷണൽ കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അനന്യയുടെ വാക്ക് കേട്ട് ശ്രീരാഗ് പുഞ്ചിരിച്ചു. അവൻ വേഗം താൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് എടുത്ത് കഴിച്ചു. ശേഷം എഴുന്നേറ്റുകൊണ്ട് അനന്യയുടെ കൂടെ ചെന്നു. നേരം നന്നായി വൈകിയിരുന്നു. എന്നാൽ അനന്യ അവന്റെ കാറിൽ കയറാൻ ശ്രമിക്കാതെ ഒരു ടാക്സി കിട്ടുമോ എന്നുള്ള ശ്രമത്തിലായിരുന്നു. അനന്യെ, നീ വണ്ടി കയറ്. ഈ സമയത്ത് ടാക്സി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നീ എന്തിനാ പിണങ്ങി പോകുന്നത്? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വിഷമമായെങ്കിൽ സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. വാ, രാത്രി ഒറ്റയ്ക്ക് പോകണ്ട, ശ്രീരാഗ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനന്യ തലയാട്ടി. നേരം ഒരുപാട് വൈകി. ഈ സമയത്ത് ഒരു ടാക്സി കിട്ടുന്നത് വളരെ പ്രയാസമാവും എന്ന് അനന്യയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം അവൾ വീണ്ടും ശ്രീരാഗിന്റെ കൂടെ അവന്റെ കാറിൽ പോകാൻ തയ്യാറായി. ശ്രീരാഗ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അനന്യ കോ ഡ്രൈവിംഗ് സീറ്റിലും. കാറ് മുന്നോട്ട് നീങ്ങി. അനന്യ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു കൊണ്ട് മനഃപൂർവ്വം അവനെ ശ്രദ്ധിച്ചില്ല. അനന്യയ്ക്ക് തന്നോട് മനസ്സിൽ ചെറിയൊരു വിദ്വേഷം തോന്നിയിട്ടുണ്ട് എന്ന് ശ്രീരാഗിന് മനസ്സിലായി. അതുകൊണ്ട് അയാളും അവളോട് മിണ്ടാൻ നിന്നില്ല. കാർ അനന്യയുടെ വീട്ടിലെത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. എന്നാൽ അനന്യ കാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ശ്രീരാഗ് അവളെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. നിന്റെ കമ്പനിയുമായുള്ള കോൺട്രാക്ട് റിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നറിയാലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. നമ്മളൊന്നായാൽ ഗുണം കേദാർ ഗ്രൂപ്പിന് തന്നെയാണ്. അവന്റെ ആ ഭീഷണി പോലത്തെ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയ്ക്ക് ദേഷ്യം വന്നിരുന്നു. ഇക്കാര്യത്തിൽ അവനോട് തർക്കിക്കാൻ അവൾക്ക് തോന്നിയെങ്കിലും തന്റെ കമ്പനിയുടെ ഭാവി ഇപ്പോൾ അവന്റെ കയ്യിലാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ തലയാട്ടി സമ്മതം മൂളി. അത് കണ്ടപ്പോൾ ഗൂഢമായൊരു ചിരിയോടെ ശ്രീരാഗ് വണ്ടിയെടുത്തു പോയി. അവൻ പോയതിനു ശേഷം ഗാർഡനിലൂടെ അനന്യ വീട്ടിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ ശ്രീരാഗ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. തനിക്കൊരിക്കലും ശ്രീരാഗിനെ പോലെ ഒരാളെ ലൈഫ് പാർട്ണറായി തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഒട്ടും ഇഷ്ടമില്ലാതെ അവന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയതുപോലെ ഒരുപക്ഷെ നാളെ അവനെ തനിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നേക്കാം. താൻ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. കൂടെ ജീവിക്കേണ്ട ആളെ തിരഞ്ഞെടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം തനിക്ക് കിട്ടുന്നില്ല എന്ന് അവൾ ഓർത്തു. ഒട്ടും താല്പര്യമില്ലാതെ അഭിനവനെ വിവാഹം ചെയ്യേണ്ടി വന്നു. അവനെ സ്നേഹിക്കാനോ അവന്റെ രീതികൾ ഇഷ്ടപ്പെടാനോ പറ്റുന്നില്ല. അതുപോലെ ഇനി ചിലപ്പോൾ ശ്രീരാഗിനെയും വിവാഹം കഴിക്കേണ്ടി വരും. അതോടെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന വിധമായി പോകും തന്റെ ജീവിതം. ലൈഫ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ എത്ര ബോറാണെന്ന് അവൾ ചിന്തിച്ചു. അനന്യ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് വാതിൽ തനിയെ തുറന്നു. വാതിലിന്റെ മറുവശത്ത് അഭിനവ് നിൽക്കുന്നുണ്ടായിരുന്നു. അഭിനവിനെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ അനന്യയുടെ ഹൃദയമിടിപ്പ് കൂടി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. പക്ഷേ അഭിനവിന്റെ മുഖം കണ്ടപ്പോൾ അന്ന് ആദ്യമായിട്ട് അവൾക്ക് അഭിനവിന് വളരെ സുന്ദരനാണെന്ന് തോന്നി. അഭിനവ് ഒരുങ്ങിയിറങ്ങി വന്നാൽ ഒരിക്കലും അവനൊരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണെന്ന് തോന്നുകയേയില്ല. അനന്യ ചിന്തിച്ചു. പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത്. താൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ചമ്മല് തോന്നി. നിനക്കെന്താണ് ഇവിടെ പണി? ചമ്മല് മറച്ചു വെക്കാൻ വേണ്ടി വളരെ ഗൗരവത്തിൽ അവൾ ചോദിച്ചു. അഭിനവനെ ഇങ്ങനെ വാതിക്കൽ കാണുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അനന്യ, ശരിക്കും നിങ്ങൾ എങ്ങോട്ടാ പോയത്? നീ ഇപ്പോഴാണോ തിരിച്ചെത്തുന്നത്? അവനെവിടെ, ആ ശ്രീരാഗ്? അനന്യ ചോദിച്ചതിന് ഉത്തരം പറയാതെ അവൻ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അനന്യ അതിനെല്ലാം മറുപടി പറയുന്നതിന് മുൻപ് അഭിനവ് പുറത്തിറങ്ങി ഗേറ്റിനരികിലേക്ക് നോക്കി. അവൻ ശ്രീരാഗിന്റെ കാർ തിരയുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അയാളുടെ കാർ അവിടെ നിന്നും പോയിരുന്നു. അഭി ശ്രീരാഗിന്റെ കാർ തിരയുന്നതും പുറത്തേക്കിറങ്ങുന്നതും എല്ലാം കണ്ട് അനന്യ അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നിന്റെ പ്രശ്നം? അവൾ ചോദിച്ചു. അവനെവിടെ, ആ നായ? എനിക്ക് അവനെയാ കാണേണ്ടത്, അഭി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് അല്പം പോലും വകവയ്ക്കാതെ അനന്യയും കൊണ്ട് ശ്രീരാഗ് പോയത് അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ദേഷ്യമാണ് അഭി കാണിച്ചത്. ഷടാ, അവനെ ചീത്ത വിളിക്കാൻ നീ ആരാ? എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനന്യയും ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അഭി ഇത് കേട്ട് അനന്യയുടെ നേരെ ചെന്നു. ഞാൻ മനഃപൂർവ്വം തന്നെ അവനെ നായെന്ന് വിളിച്ചത്. ഏതെങ്കിലും ഒരു മാന്യൻ മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അഭിനവന്റെ വാക്കുകൾ കേട്ട്
അനന്യ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാൻ നിന്റെ ഭാര്യയല്ല അഭിനവ്. ഈ ബന്ധം ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത്രയ്ക്കായിട്ടും നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? സോ ദയവായി അവനെ വീണ്ടും വീണ്ടും നായെന്ന് വിളിക്കുന്ന നിർത്ത്. ഐ ജസ്റ്റ് ഹേറ്റ് ദാറ്റ് വേർഡ്. ഇത്രയും പറഞ്ഞ് അനന്യ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അഭിനവും അവളുടെ പിന്നാലെ ചെന്നു. ശ്രീരാഗിനോട് അഭിനവിന് തോന്നിയ ദേഷ്യം അപ്പോഴും ശമിച്ചിരുന്നില്ല. അനന്യ തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഭിനവ് അവളെ തടഞ്ഞു നിർത്തി. അനന്യ, ലിസൺ ടു മീ. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിയമപരമായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിന്റെ കയ്യിലൊരു വെഡ്ഡിംഗ് റിങ് പോലും ഇല്ല എന്നായിരുന്നല്ലോ അവന്റെ കണ്ടുപിടുത്തം. ഇനി അതില്ലാത്തതിന്റെ പേരിൽ അവൻ നിന്നെ വിളിക്കണ്ട. നാളെ തന്നെ ഞാൻ നിനക്കൊരു റിങ് വാങ്ങിത്തരാം, അഭി പറഞ്ഞു. ഇത് കേട്ടത് മുറിയിൽ കയറാൻ തുടങ്ങിയ അനന്യ തിരിഞ്ഞ് അഭിനവനെ നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അഭിനവ് അപ്പോഴും ഗൗരവമുള്ള മുഖത്തോടെ അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി? ഞാനൊരു ഡയമണ്ട് മോതിരം വേണമെന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യും? നിന്നെപ്പോലെ ജോലിയും കൂലിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് എനിക്കൊരു ഡയമണ്ട് മോതിരം വാങ്ങിത്തരുന്നത്? മോഷ്ടിക്കുവോ? ഏയ്, അനന്യ ചോദിച്ചു. നിനക്ക് നിന്റെ ഫാമിലി മെമ്പേഴ്സിനും ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? കുറേയായി ഞാനിത് സഹിക്കുന്നു. മോഷ്ടിക്കാതെ എനിക്ക് നിനക്കൊരു റിങ് പോലും വാങ്ങിത്തരാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? അത്രത്തോളം യൂസ്ലെസ് ആണ് ഞാനെന്ന് നീ കരുതിയോ? അഭി ചോദിച്ചു. ഇത് കേട്ടതും അനന്യ പൊട്ടിച്ചിരിച്ചു. ഇതുപോലൊരു സിറ്റുവേഷൻ പൊട്ടിച്ചിരിക്കുന്ന അനന്യയെ കണ്ട് അവൻ അമ്പരന്നു. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ അഭിയെ നോക്കി. നീ നല്ല തമാശക്കാരനാണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ഇത്രയും വലിയ തമാശയൊന്നും പറഞ്ഞു കളയല്ലേ. യൂസ്ലെസ് അല്ലെന്ന് നിന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഒന്നുമില്ലല്ലോ. ആ, അങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്തവരെ വിളിക്കുന്നവരുടെ പേരാണ് യൂസ്ലെസ്. സോ നിന്നെപ്പോലുള്ള ഒരാളെ തലയിൽ ചുമക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നാളെ തന്നെ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം ഞാൻ അച്ഛനോട് സംസാരിക്കും. ഇത് കേട്ടതും അഭിനവ് എന്തു വേണമെന്നറിയാതെ നിന്നു. അനന്യ ഡിവോഴ്സിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായവും വിക്രം പിൻവലിക്കും. അതൊന്നും അറിയാതെ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുകയാണല്ലോ അവളെന്ന് അഭി ചിന്തിച്ചു. നോക്കൂ അനന്യ, ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം നീ ഒറ്റയ്ക്കങ്ങ് ഓടിച്ചെന്നാൽ കിട്ടില്ല. അതിന് ഞാനും കൂടി മനസ്സ് വെക്കണം, അഭി അവളോട് പറഞ്ഞു. നീ നിന്നെക്കൊണ്ട് കഴിയുന്ന എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഈ കാര്യം നിന്റെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ തമ്മിൽ പിരിയുന്ന ഒരു ദിവസം ഉടനെ വരും. അത്രയും പറഞ്ഞുകൊണ്ട് അനന്യ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അഭിനവ് വീണ്ടും അനന്യയുടെ മുറിയുടെ പുറത്ത് നിസ്സഹായനായി നിന്നു. എത്രയും പെട്ടെന്ന് രോഹൻ അവിടേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അഭി ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാ കണക്കുകളും തീർത്ത് താൻ ടൈഗർ ആണെന്നുള്ള സത്യം എല്ലാവരോടും വിളിച്ചു പറയായിരുന്നു. അതോടെ തീരെ ഇവളുടെയൊക്കെ ഈ അഹങ്കാരം എന്നും അവൻ ചിന്തിച്ചു. പക്ഷെ കുറച്ച് ആലോചിച്ചപ്പോഴാണ് തൻ്റെ ആ തീരുമാനം ശരിയല്ല എന്നവന് തോന്നിയത്. വേണ്ട, ഞാൻ ടൈഗർ ആണെന്ന് പറഞ്ഞു കിട്ടുന്ന അംഗീകാരം എനിക്ക് വേണ്ട. ഇവളെയൊക്കെ എൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ എനിക്കല്ലാതെ തന്നെ കഴിയും. അതിന് ടൈഗർ എന്ന സ്ഥാനമൊന്നും എനിക്ക് ആവശ്യമില്ല, അഭിനവ് സ്വയം പറഞ്ഞു. ശേഷം ചിലതെല്ലാം ആലോചിച്ചുറപ്പിച്ച് അവൻ അവിടുത്തെ ജോലിക്കാരുടെ മുറിയിലേക്ക് നടന്നു. അവൻ മുറിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. പ്രോട്ടോൺ പബ്ലിഷേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ അഭിനവിന് വന്ന മെസ്സേജ് ആയിരുന്നു അത്. അവർ അഭിനവിനെ തങ്ങളുടെ കമ്പനിയിൽ ജോലിക്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ ലെറ്റർ ആയിരുന്നു അത്. ഇതെല്ലാം വിക്രമിന്റെ പണിയാണെന്ന് അവന് മനസ്സിലായി. അഭിനവ് ഈ കമ്പനിയുടെ പേര് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കമ്പനി തൻ്റെ സ്വന്തമാണെന്നറിഞ്ഞപ്പോൾ അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. തൻ്റെ അച്ഛൻ തനിക്കായി കാത്തുവച്ചിരുന്നത് എന്തെല്ലാമാണെന്ന് അവൻ ആലോചിച്ചു. MK ഗ്രൂപ്പ് എന്ന വലിയ സാമ്രാജ്യം, അതിനു താഴെ വിക്രമിൻ്റെ SR എന്ന കമ്പനി, ഇപ്പോൾ പ്രോട്ടോൺ പബ്ലിഷേഴ്സ്. ഈ പട്ടിക ഇവിടം കൊണ്ട് ഒന്നും തീരുന്നില്ല എന്നും ഇനിയും താൻ അറിയാൻ ഒരുപാടുണ്ടെന്നും അഭിനവിന് മനസ്സിലായി. തൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനല്ല, ഒരുപാട് പേരുടെ കാണപ്പെട്ട ദൈവമാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ഉയരേണ്ടത് താനാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ള കഴിവും ആർജവും ഉണ്ടാക്കിയെടുക്കണമെന്ന് അഭി ചിന്തിച്ചു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും തനിക്ക് അച്ഛൻ ആഗ്രഹിച്ച ഉയരത്തിലെത്താൻ കഴിയുമോ എന്ന് അവന് സംശയം തോന്നി. കാരണം അവൻ്റെ അനുഭവങ്ങൾ അവനെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. എവിടെ ചെന്നാലും അവഗണന, എന്ത് ചെയ്താലും ഒന്നിനും കൊള്ളാത്തവനെന്ന പേര്. ആളുകൾ തന്നെ അപമാനിക്കാനായി മത്സരിക്കുന്നത് പോലെ അവന് തോന്നി തുടങ്ങി. താൻ എന്തെങ്കിലുമൊക്കെ ആവുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്ന് സമൂഹം ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾ നശിച്ചു കാണണമെന്ന് താൻ ചിന്തിക്കാറില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അഭിനവിന് മനസ്സിലായില്ല.